പ്രൈസ് ദി ലോർഡ്. നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരെയും കാണുവാൻ സാധിച്ചതും ഇവിടെ കടന്നു വരാൻ സാധിച്ചതും. അതിന് നല്ലവനായ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചതിനൊക്കെ നന്ദി പറയുന്നു. നമുക്കൊരു നിമിഷം നമ്മുടെ സ്തുതി ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത്? സ്തുതികളിൽ ഉന്നതനായ ദൈവത്തെ നമ്മൾ സ്തുതിക്കാനുള്ള കാരണം എന്താണ്? സ്തുതികൾക്ക് ദൈവത്തിന് നമ്മുടെ സ്തുതി ആവശ്യമുണ്ടോ? ഒരു നിമിഷം ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സ്തുതിച്ചാൽ നമ്മളാണ് ദൈവത്തിന്റെ ആ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് നമ്മൾ സ്തുതിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. വലിയ ദൈവാനുഭവം നമുക്കുണ്ടാവാൻ വേണ്ടി, വലിയ പ്രാർത്ഥനാനുഭവം നമുക്കുണ്ടാവാൻ വേണ്ടി, ദൈവത്തിന്റെ സ്വരം നമുക്ക് ശ്രവിക്കുവാനായിട്ട് നമുക്ക് സ്തുതികളിലൂടെ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവവുമായി നമുക്ക് ബന്ധപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കണം. എവിടെ നോക്കിയാലും സ്തുതിയുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നുള്ളൂ. ഏത് ധ്യാനകേന്ദ്രത്തിൽ പോയാലും സ്തുതിയെക്കുറിച്ചാണ് നമ്മൾ ധാരാളമായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ട് ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ വലിയ അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടി, ഇന്ന് കടന്നു വന്ന എല്ലാ മക്കളും അനുഗ്രഹപ്രദമാകുന്നതിന് വേണ്ടി, ഒരാൾ പോലും വെറുതെ പോകാതെ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള വലിയ അഭിഷേകത്തിനായി എല്ലാ ശുശ്രൂഷകളും, വചന പ്രഘോഷണവും ഗാന ശുശ്രൂഷയും ഇവിടെ കടന്ന എല്ലാ മക്കളും വലിയ ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ മഹത്വം. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി 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 നന്ദി. ദൈവമേ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. യേശുവേ 30-ാമത്തെ സങ്കീർത്തനം, ആ സങ്കീർത്തനത്തിലെ ഹെഡിങ് പോലും ഗാനാലാപത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. അപ്പൊ പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുവിൻ. തീർച്ചയായിട്ടും നമ്മൾ പാട്ടുപാടിയാണ് കർത്താവിനെ ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഗാനങ്ങൾ എഴുതുകയും ട്യൂൺ ചെയ്യുകയും പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്തുതിപ്പിന്റെ ആ മഹത്വം 30-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് സങ്കീർത്തനം എഴുതിയ സങ്കീർത്തകൻ പറഞ്ഞിരിക്കുകയാണ്. തപ്പുകൾ കൊട്ടി, കിന്നരങ്ങൾ നീട്ടി കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് 30-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മളോട് പറയുന്നു. നമ്മൾ ഗാനാലാപത്തോടുകൂടി സ്തുതിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നത് പാട്ടുകളിലൂടെ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. നമുക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതിന് ദൈവത്തോട് നന്ദി പറയാം. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ എത്ര അഭിഷേകത്തോടെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതിന് പാട്ടുപാടി സ്തുതിക്കുന്നതുകൊണ്ടാണ്. ഒരു നിമിഷം നമുക്ക് ആ സങ്കീർത്തനം നമുക്ക് ഓർക്കാം. ഗാനാലാപത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കുവിൻ, പാട്ടുപാടി കർത്താവിനെ സ്തുതിക്കുവിൻ, കിന്നരം മീട്ടി വീണകൾ മീട്ടി കർത്താവിനെ സ്തുതിക്കുവിൻ. ഒരു നിമിഷം നമുക്ക് ആ ഒരു അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി ആ ഗാനാലാപത്തോടെ സ്തുതിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് ഓരോ ഗാനം കേൾക്കുമ്പോഴും വലിയ അഭിഷേകം ഉണ്ടാകുവാനായിട്ട്, ഒരു പാട്ടും വെറുതെ അല്ല, ആ പാട്ടുകളെല്ലാം എന്റെ ജീവിതത്തിൽ എന്നെ സ്പർശിക്കുവാനായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. വലിയ അഭിഷേകത്തിനായി സ്തുതിക്കാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തോത്രം. ഈശോയെ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വീണ്ടും 50-ാമത്തെ സങ്കീർത്തനം പറയുന്നത് കൃതജ്ഞതാ ബലിയോടുകൂടി, കൃതജ്ഞതാ സ്തോത്രം. നമ്മൾ ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കാൻ ബലി അർപ്പിക്കുന്ന കൃതജ്ഞതാ ബലി എന്തിനാ? ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുള്ള ബലിയാണ്. തിരുബലിക്ക് നമ്മൾ പറയുന്നത്, വിശുദ്ധ ബലിക്ക് നമ്മൾ പറയുന്നത് യൂക്കറിസ്റ്റിക് എന്നാണ് പറയുന്നത്. ആ ബലി നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവമാവാനായിട്ട്, ഒരു ബലിയുടെ ജീവിതമാണ് ക്രിസ്ത്യാനിക്ക്. ആ ബലി നമുക്കൊരു വലിയൊരു അഭിഷേകം. ഓരോ ദിവസവും ഓരോ വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുന്നവരാണ്. അത് വലിയൊരു അനുഭവമായി തീരുവാനായിട്ട് ആ കൃതജ്ഞതാ ബലി, ദൈവത്തിന് എൻ്റെ കൃതജ്ഞതാ ബലികൾ ഞാൻ അർപ്പിക്കും. അത് ദിവ്യകാരുണ്യമായിട്ട്, കൃതജ്ഞതാ ബലിയായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ബലിയായി സമർപ്പിക്കുവാനുള്ള വലിയ അഭിഷേകത്തിനായി ഒരു നിമിഷം നമുക്ക് ആ 50-ാമത്തെ സങ്കീർത്തനം ദാവീദ് രാജാവ് എഴുതിയത്, ആ കൃതജ്ഞതാ ബലി നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ആ ബലിയിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനും ദൈവത്തിന് ബലി അർപ്പിക്കുവാനും നന്ദിയുടെ ഒരു ബലി അർപ്പിക്കുവാനുള്ള കൃപയ്ക്കായി വലിയ അഭിഷേകത്തിനായി നമുക്ക് കരങ്ങൾ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ
ഈശോയെ 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 ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ദൈവമേ സ്തുതിക്കുന്നു കർത്താവേ സ്തുതിക്കുന്നു ദൈവമേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവേ മഹത്വം കർത്താവേ മഹത്വം 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം കർത്താവേ സ്തുതിക്കുന്നു യേശുവേ. ദാവീദ് രാജാവ് സങ്കീർത്തനക്കാരൻ ദാവീദ് രാജാവ് ഈ സങ്കീർത്തനങ്ങളൊക്കെ എഴുതുവാനുള്ള കാരണം നമുക്കറിയാം. കാരണം അത്രമാത്രം പാപം ചെയ്തൊരു വ്യക്തിയാണ് ദാവീദ് രാജാവ്. അത്രമാത്രം പാപം, അത്രത്തോളം പാപം നമ്മൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. കാരണം വ്യഭിചാരവും കൊലപാതകവും അങ്ങനെയുള്ള പാപങ്ങളൊക്കെ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അനുദപിക്കുവാനുള്ള ഒരു അവസരം ലഭിച്ചു. നാഥാൻ പ്രവാചകനിലൂടെ അനുദപിക്കുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അനുതാപം ഒരു ദൈവത്തിന്റെ കൃപയാണ്, ഒരു കാരുണ്യമാണ്. അനുദപിക്കാൻ അദ്ദേഹം സാധിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷവാനായി, വളരെയധികം ഭാഗ്യവാനായി. അതിക്രമങ്ങൾക്ക് മോചനവും പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നവനും ഭാഗ്യവാൻ എന്ന തിരുവചനം നമുക്ക് ഓർക്കാം. അതിക്രമങ്ങൾക്ക് മോചനം, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? കുറെ സമ്പത്ത് ലഭിക്കുന്ന ഒന്നല്ല ഭാഗ്യവാൻ. നമ്മൾക്ക് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുകയാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ആ അനുഭവം ദാവീദ് രാജാവ് അനുഭവിച്ചപ്പോൾ 150 സങ്കീർത്തനങ്ങളാണ് ദാവീദ് രാജാവ് എഴുതിയത്. ഒന്നും രണ്ടുമല്ല. സങ്കീർത്തനക്കാരൻ 150 സങ്കീർത്തനങ്ങൾ. നമുക്ക് പ്രയാസപ്പെടുമ്പോൾ, വേദനിക്കുമ്പോൾ, വിഷമിക്കുമ്പോൾ, നിരാശയിൽ അകപ്പെട്ടു പോകുമ്പോൾ ഓരോ സങ്കീർത്തനം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം എത്രയോ ഫലദായകമാണ്. ആ സങ്കീർത്തനം മുഴുവൻ തന്ന ദൈവത്തെ നമുക്ക് സ്തുതിക്കാൻ രാജാവിലൂടെ. അദ്ദേഹത്തിന് അനുതാപം ഉണ്ടായതുകൊണ്ടാണ്, പാപബോധം ഉണ്ടായതുകൊണ്ടാണ്, പശ്ചാത്താപം ഉണ്ടായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രമാത്രം നല്ല മനോഹരമായ സങ്കീർത്തനം എഴുതാനായിട്ട് സാധിച്ചത്. നമുക്കൊരു നിമിഷം ആത്മശോധന ചെയ്യാം. നമുക്ക് അതുപോലെ അനുദപിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടോ? നമുക്ക് ശരിയായ അനുതാപം പരിശുദ്ധാത്മാവാണ് നമുക്ക് നൽകുന്നത്. ആ അനുതാപം ഉണ്ടാവാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം, ആഗ്രഹിക്കണം. അതിനാണ് നമുക്ക് ഈ നോയമ്പ് കാലം നൽകിയിരിക്കുന്നത്. ഈ നോയമ്പ് കാലത്ത് ഒരു അനുതാപത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന ദൈവത്തിന് നന്ദി പറയാം. ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് നല്ല അനുതാപം ഉണ്ടാവണം, പാപബോധം ഉണ്ടാവണം, പശ്ചാത്താപം ഉണ്ടാവണം. നമുക്കൊരു നിമിഷം ഈ ഒരു പാപബോധവും പശ്ചാത്താപവും വലിയ അനുതാപം ഉണ്ടാവുന്നതിന് വേണ്ടി നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു കർത്താവേ. മഹത്വം. യേശുവേ നന്ദി, യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 കാരുണ്യക്കടലാണ് ദൈവം, കരുണതന്നുറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. കാരുണ്യക്കടലാണ് ദൈവം, കരുണതന്നുറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. വീണ്ടും നമുക്ക് ദാവീദ് രാജാവിലേക്ക് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം.
അദ്ദേഹത്തിന്റെ പാപങ്ങൾ മോചിക്കുകയും അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിക്കുകയും ചെയ്തപ്പോൾ ആ ദാവീദ് രാജാവ് കിന്നരം മീട്ടി തപ്പുകൾ കൂട്ടി ദൈവത്തെ സ്തുതിച്ചത് നമുക്കറിയാം. അങ്ങനെ രാജാവിന്റെ ആ മട്ടുപ്പാവിലിരുന്ന് സ്തുതിക്കുമ്പോൾ, സ്തുതികൾ വളരെ തീക്ഷ്ണമായി സ്തുതിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രം അഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ വസ്ത്രം അഴിഞ്ഞു പോയത് അദ്ദേഹം അറിഞ്ഞില്ല. എന്നിട്ടും അദ്ദേഹം തപ്പുകൾ കൊട്ടി, കിന്നരം മീട്ടി, വീണകൾ മീട്ടി കർത്താവിനെ സ്തുതിക്കുകയായിരുന്നു. ഇത് കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ അധിക്ഷേപിച്ചു. നീ ഇസ്രായേലിന്റെ മഹാരാജാവല്ലേ, നീ ഇങ്ങനെ വസ്ത്രമല്ലാതെ നീ ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കണമോ? അദ്ദേഹത്തെ അധിക്ഷേപിച്ചപ്പോൾ അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹത്തെ കളിയാക്കിയപ്പോൾ, രാജാവിനെ കളിയാക്കിയപ്പോൾ അതൊന്നും പരിഗണിച്ചില്ല. എന്റെ ദൈവത്തെ ഞാൻ എത്രമാത്രം സ്തുതിക്കണം, ദൈവത്തെ എത്രമാത്രം ആരാധിക്കണം, ദൈവസന്നിധിയിൽ അത്രയും ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ ലയിച്ച് ആരാധിക്കുകയായിരുന്നു. ആ ദാവീദ് രാജാവിനെ പരിഹസിച്ച അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് എന്താ സംഭവിച്ചത് നമുക്ക് തിരുവചനത്തിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. അവർക്ക് പിന്നെ ജീവിതത്തിൽ അവർ പ്രസവിക്കാൻ മച്ചിയായി പോയി എന്നാണ് പറയുന്നത്. അവർക്ക് ദൈവത്തിന്റെ ഒരു കോപമാണോ നമുക്കറിയില്ല. പക്ഷെ ആ സ്തുതികളെ നിന്ദിച്ചപ്പോൾ, സ്തുതികൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതിരുന്നപ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ പോയി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് എപ്പോഴും സ്തുതിക്കുവാനായിട്ട്, എപ്പോഴും ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ നമ്മൾ ദൈവോന്മുഖരായി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ള ബോധ്യം നമുക്ക് ലഭിക്കണം. സദാസമയം നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ സ്തുതിക്കുവാനുള്ള, സ്തുതിപ്പിന്റെ ഒരു വലിയ അഭിഷേകം നമുക്ക് നമുക്ക് രണ്ട് കരങ്ങൾ നിർത്തി, നമ്മുടെ ഹൃദയം ഉയർത്തി, മനമുയർത്തി, നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒച്ചത്തിൽ സ്തുതിക്കണം. ദാവീദ് രാജാവ് സ്തുതിച്ചതുപോലെ, ദാവീദ് രാജാവ് സ്തുതിച്ചപ്പോഴാണ് വസ്ത്രം പോയത്. അതുപോലെ ഒച്ചത്തിൽ നമുക്ക് സ്തുതിക്കണം, പാട്ടുപാടി സ്തുതിക്കണം, കിന്നരം വീട്ടി സ്തുതിക്കണം, ദൈവത്തെ സർവശക്തിയോടെ സ്തുതിക്കണം, കരഘോഷത്തോടെ സ്തുതിക്കണം, കരഘോഷത്തോടെ സ്തുതിക്കണം, തപ്പുകെട്ടുകൾ സ്തുതിക്കണം. അങ്ങനെ സ്തുതിക്കുവാനുള്ള വലിയ അഭിഷേകം നമുക്ക് ലഭിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നമ്മുടെ പാപങ്ങൾ അതുപോലെ ക്ഷമിക്കപ്പെടുവാനായിട്ട്, ദാവീദ് രാജാവിന് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടതുപോലെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അതിക്രമങ്ങളും ക്ഷമിക്കപ്പെടുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം. വലിയ അനുതാപത്തിലേക്ക് കടന്നു വരുവാനായിട്ട്, ദൈവസ്നേഹം കൊണ്ട് നിറയുവാനായിട്ട്, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാനായിട്ട്, ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമാകുവാനായിട്ട്, ഏറ്റവും അനുഗ്രഹപ്രദം. നമുക്ക് വെറുങ്കയോടെ വന്നവരാരും വെറുങ്കയോടെ പോകാതെ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും നിറഞ്ഞ് ശക്തി ആർജിച്ച് നമ്മുടെ ഭവനങ്ങളിൽ പോയി നമുക്ക് സ്തുതിപ്പോടുകൂടി, ആരാധനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാൻ, ഓരോ ദിവ്യബലിയിലും വലിയ ആരാധന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്കൊരു നിമിഷം കരങ്ങൾ ഉയർത്തി നമുക്കൊന്നും കൂടി ആ ഒരു പാപങ്ങൾ എന്റെ ക്ഷമിച്ചു കിട്ടിയിരിക്കുന്നു, എന്റെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചു കിട്ടിയിരിക്കുന്ന സന്തോഷത്തോടുകൂടി, സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അനുഗ്രഹിക്കുന്ന ദൈവമേ സ്തോത്രം. ഒരു നിമിഷം നമുക്ക് ഒരു നന്ദി നിറഞ്ഞ ഹൃദയം ഉണ്ടാകുവാനായിട്ട്, ഒരു നന്ദിയുടെ ഹൃദയം, എല്ലാവർക്കും ഒരു നന്ദിയുടെ ഹൃദയം ഉണ്ടാവണം. ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കാനായിട്ട് സാധിച്ച ദൈവം അനുവദിച്ചുകൊണ്ടാണ്. ആ ഒരു ദൈവത്തോടൊരു കൃതജ്ഞത, ഇവിടുത്തെ ശുശ്രൂഷകൾ നടക്കുന്നതുകൊണ്ട് അതിനോടൊരു കൃതജ്ഞത, നമ്മുടെ വിൽസൺ ബ്രദറിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം, ഈ ശുശ്രൂഷയോട് നന്ദിയുള്ളവരായിരിക്കാം. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ നമുക്ക് ഓർക്കാം. എത്രയോ പേര് തകർച്ചയുടെ വക്കത്തെത്തിയിരിക്കുമ്പോഴായിരിക്കാം ഈ ഇന്റർനെറ്റ് ഓൺ ചെയ്തത് കേൾക്കുന്നത്. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരായിരിക്കാം ഈ ശുശ്രൂഷ ചിലപ്പം അവർക്ക് അനുഭവമാകുന്നത്, ആത്മഹത്യയിൽ നിന്ന് പിന്തിരിയുന്നത്. അങ്ങനെയുള്ള ഈ ശുശ്രൂഷ ദൈവം നമുക്ക് മനോഹരമായിട്ട് നൽകി. വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നു, അതിനോർത്ത് നമുക്ക് സ്തുതിക്കാം. ഇന്ന് കോഴിക്കോട് നിന്ന് നമുക്ക് വചനം പങ്കുവയ്ക്കാനായിട്ട്
കടന്നു വന്ന സേവ്യർ ബ്രദറിനെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ മുഴുവൻ വലിയ അഭിഷേകം ഉണ്ടാകുവാനായിട്ട്, പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ടാകുവാനായിട്ട് കടന്നത് എല്ലാവർക്കും, ഇവിടെ ആരൊക്കെ ശുശ്രൂഷ ചെയ്യുന്നുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കുവാനായിട്ട്, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് നമുക്ക് ഒരു നിമിഷം നമ്മുടെ രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഈശോയെ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി 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 നന്ദി, ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, കർത്താവേ സ്തുതിക്കുന്നു, ദൈവമേ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു. 148, 149, 150 തിരുവചനങ്ങൾ ദൈവം നമുക്ക് നൽകിയത് അത് വായിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാൻ വേണ്ടിയാണ്. 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ 150-ാമത്തെ സങ്കീർത്തനവും സ്തുതിപ്പിന്റെ സങ്കീർത്തനമാണ്. ഒരു കുഞ്ഞു സങ്കീർത്തനം അതിനകത്തുണ്ട്. ആ സങ്കീർത്തനം ഏറ്റവും ചെറിയ 2 വാക്യം മാത്രമേ ഉള്ളൂ. കർത്താവിനെ സ്തുതിക്കുവിൻ, ദൈവത്തെ സ്തുതിക്കുവിൻ. അതുകൊണ്ട് നമ്മൾ സ്തുതിപ്പിന്റെ നന്ദി നിറഞ്ഞ ഒരു ഹൃദയമായി തീരുവാനായിട്ട് നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, ഹല്ലേലൂയ, യേശുവേ 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 യേശുവേ. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി, സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം, ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി, സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ശോഭയുമാകാശമഴവില്ലിനെ നോക്കി സ്രഷ്ടാവിനെ സ്തുതിക്കാം, ആകാശനക്ഷത്രജാലങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിക്കാം, ആകാശനക്ഷത്രജാലങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി, സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. കർത്താവിനെ ഹൃദയം ഉയർത്തി മനമുയർത്തി നമുക്ക് സ്തുതിക്കാം. വിഷമായ കർത്താവിനെ സ്തുതിക്കുവാനുള്ള ഒരു അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ ഉന്നതത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന മാലാഖമാരൊത്തു സ്തുതിക്കാം, ആകാശമേഘത്തിൽ വാഴും മഹേശനെ സർവശക്തിയോടെ സ്തുതിക്കാം,
ആകാശമേഘത്തിൽ വാഴും മഹേശ്വരൻ സർവശക്തിയോടെ സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചേരും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചേരും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി, സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചേരും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചേരും അവനധികമല്ല, എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചേരും അവനധികമല്ല. Praise the Lord. 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 Thank you. Praise the Lord.